ഹലോ കൂട്ടുകാരെ, നമ്മൾ 3 ദിവസം മുന്നേ പറിച്ചു വെച്ച ചക്ക, നമ്മുടെ ബക്കറ്റ് ചക്ക ഇപ്പോൾ ഏകദേശം ഒന്ന് പഴുത്തിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് പഴുത്തിട്ടില്ല, എന്നാലും നമുക്കിപ്പോൾ മുറിക്കാനുള്ള ഒരു രണ്ടാം ഘട്ടം ബക്കറ്റ് ചക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട്. ശരിക്കും അങ്ങോട്ട് പഴുത്തിട്ടില്ല, എന്നാലും നമ്മളത് നോക്കുവാണ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നമ്മുടെ പ്ലാവിലുണ്ടായ രണ്ടാമത്തെ ചക്കയാണ് ഇതേ. അപ്പം നമുക്ക് ആദ്യം ഈ നെട്ടൊന്ന് കളയാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം മഴയത്തായതുകൊണ്ടേ, മഴ കഴിഞ്ഞിട്ടുള്ള ചക്കയല്ലേ, കുഴപ്പമില്ല എന്ന് തോന്നല്ലേ. നമ്മൾ കേട്ടോന്നാ നമ്മ അന്നൊരു ചക്ക മുറിച്ചിട്ട് വെള്ളം ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അത് നമ്മള് 40 രൂപയുടെ ചക്ക അതൊരു ചക്ക മേടിച്ചായിരുന്നു. വലിയൊരു ചക്ക 500 രൂപക്ക് കിട്ടേണ്ട ഒരു ചക്ക 40 രൂപ കിട്ടിയപ്പോൾ ഞാനോടത്ത് കോളടിച്ചെന്ന് ഇവിടെ കൊണ്ടൊന്ന് മുറിച്ചപ്പോൾ ഉണ്ടല്ലോ, പൈപ്പിൽ നിന്ന് വെള്ളം ചാറിൻ്റെ അടിയായിരുന്നു വെള്ളം. ഇപ്പം കണ്ടിട്ട് കൊള്ളാട്ടാ, വെള്ളമൊന്നും ഇല്ലല്ലേ. നമുക്ക് ഇവനൊന്ന് മുറിച്ച് ഒന്ന് റെഡിയാക്കി നോക്കാം. വാണിയൊക്കെ നമുക്ക് ഇങ്ങനെ ചെത്തി അങ്ങ് മാറ്റാം. പഴുത്തണ്ടോട്ടാ, മണം വരുന്നില്ല. നമ്മുടെ വീട്ടിലൊരു ചക്ക ഉണ്ടാകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. നമ്മൾ എപ്പോഴും ഓരോ സീസണാകുമ്പോൾ അവിടെയൊക്കെ പ്ലാവിൽ ചക്ക കിടക്കണമ്പോൾ വളരെ വിഷമത്തോടെ നോക്കി പോകുമായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചക്ക ഉണ്ടായപ്പോൾ ഒരു സന്തോഷം. നമുക്ക് ആരോടും ചോദിക്കാതെ നമുക്ക് പറിച്ച് തിന്നാലോ. എന്താ അടിപൊളി. പിന്നെ ഞാനതങ്ങനെ വെട്ടത്തൊന്നുമില്ല, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോടോ. എന്ത് പച്ചപ്പ് ഇങ്ങനെ നിൽക്കുമ്പോ പറയും, എന്തിനാണ് ഇങ്ങനെ വളർത്തുന്നത്, വെട്ടിക്കളയാൻ പാടില്ലേ. ഞങ്ങൾക്ക് ഇത്തിരി വെട്ടവും വെളിച്ചുള്ളിടത്തൊക്കെ കിടക്കണമെന്ന് താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ്. എന്നാ പിന്നെ എന്തിനാ കാട്ടിലോട്ട് ഓടുന്നത്? കാടെന്ന് വെച്ചാൽ നമ്മുടെ വീടല്ലല്ലോ, അവിടെ കണ്ടച്ചങ്ങൾ പോരില്ലേ, നമ്മുടെ താമസം ചെല്ലുമ്പോ പറയുമല്ലോ നല്ല അടിപൊളി സ്ഥലം എന്നൊക്കെ. അതുപോലെ ആക്കാൻ വേണ്ടിട്ട് ഞാൻ ശ്രമിച്ചതാണ്. ഇവിടെ അതിനോട് കാടുണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഓക്കെ, നോക്കട്ടെ. അടിപൊളി അടിപൊളി അടിപൊളിയാ. നോക്ക്, നല്ല മധുരം പാപ്പാ. സൂപ്പർ. അല്ല കിടുക്ക് സാധനം. മഴ കഴിഞ്ഞിട്ടുള്ളതല്ലേ? മഴ കഴിഞ്ഞിട്ടുള്ള ഒരു ആദ്യത്തെ മഴ കഴിഞ്ഞിട്ടുള്ള കേട്ട. എന്നാലും മധുരത്തിന് കുറവൊന്നുമില്ല. കുഴപ്പമില്ല, അടിപൊളി. നല്ല കിടുക്ക് സാധനം കഴിച്ചു നോക്കടി എടിമുടിക്ക് പെണ്ണെ. ആ കിടുക്ക് സാധനം അടിപൊളി. നമ്മള് വാണിയെത്തുന്നുണ്ട്, ഇങ്ങനെ വാണിയെത്തുന്നുണ്ട്. പുതിയ അറിവാണല്ലോ. അടിപൊളിയാണ്. ഇങ്ങനെ വിടർത്ത് കണ്ട കണ്ടാ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ചക്ക മുറിക്കാൻ അറിയാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവിടെ നമുക്ക് ചക്ക ഉണ്ടായി നമുക്ക് കഴിക്കാൻ പറ്റുമെന്നൊക്കെ. അത് നല്ല കിടുക്കാച്ചി ചക്ക. കിടുക്ക് ചക്ക. ഇതാണോ ചാംചക്ക, ചുംചക്ക, ചുമരിച്ചക്ക? അത് ജയന്റെ ചക്ക, അത് ചാംചക്ക, ചുംചക്ക, ചുമരിച്ചക്ക. നമ്മുടെ ചക്ക മധുരമുണ്ട്. ഇപ്പൊ നേരത്തെ കണ്ട പോലെ അല്ല, ഇപ്പൊ കുറച്ചുകൂടി കളർ വെച്ചിട്ടുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ ചക്ക എല്ലാം പറിച്ച് നമ്മൾ ഒരു പാത്രത്തിലാക്കിയിരിക്കുകയാണ്. കണ്ടോ ചക്ക അൺബോക്സിങ് വീഡിയോ കണ്ട. ഇനി നമുക്കിത് ഓരോരോ ചെറിയ പ്ലാസ്റ്റിക് കവറിലാക്കി ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം. ഓരോരോ സെറ്റാക്കി ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 5-6 പാക്കറ്റിലാക്കി ഇങ്ങനെ ഫ്രീസറിൽ വെക്കണമെങ്കിൽ ആവശ്യത്തിന് ഇടക്കിടക്ക് ഇങ്ങനെ ഓരോന്ന് എടുക്കുക, കഴിക്കുക. ഇത് കണ്ട, ഇതിന്റെ കുരുവേ ചെറുതാണ്, പക്ഷേ ഇത് ഞങ്ങൾ കളയത്തില്ല ഈ പ്രാവശ്യം. ഈ കുരു കളയരുത്. ഈ കുരു നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇത് രണ്ടായിട്ട് അങ്ങോട്ട് പൊളിക്കുക, എന്നിട്ട് ആ തൊലി അങ്ങോട്ട് പറിച്ചു കളഞ്ഞും അതൊരു 4-5 പീസാക്കിയിട്ട് നമുക്ക് ശർക്കരയും പീരയും
ഇത് ആദ്യം അത് നമ്മള് വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആ വീഡിയോ കാണാത്തവരൊന്ന് കാണണേ. അപ്പോൾ നമ്മുടെ ചക്ക പൊളിച്ച് എല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ കേട്ടാ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് വയറ് നിറഞ്ഞ പോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ടോ ഇപ്പൊ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചും എന്താണ് പറഞ്ഞ സാങ്കല്പികമാണ് അല്ലേ? ഇതിലാട്ടെ. അപ്പൊ എന്തായാലും നമ്മുടെ ചക്ക പറിച്ച് അത് സെക്കൻഡ് സീസൺ അല്ലേ? ബക്കറ്റ് ചക്ക സെക്കൻഡ് സീസൺ 2. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടിപൊളി. ഹായ് കൂട്ടുകാരെ, നമ്മളുടെ ചക്ക പഴുത്തത് പാക്കറ്റിലാക്കിയിട്ട് നമ്മളിത് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പോവാണ്. അപ്പോൾ ചക്ക സീസൺ അല്ലാത്ത ടൈമിലും ഓരോരോ ചുളയൊക്കെ എടുത്ത് കഴിക്കാമല്ലോ. എന്താ ഇത് നമ്മളിപ്പോഴൊന്നും എടുക്കത്തില്ല കേട്ടോ.